ഇതാ ചെക്ക് പോസ്റ്റ്. ഈ എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്കായി നിർത്തുകയാണ്. ഞാൻ ആനക്കൊമ്പ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? ഒരാനയെ പോലും കണ്ടില്ല, പിന്നെ അല്ലേ ആനക്കൊമ്പ് കൊണ്ടുവരുന്നത്. ടിക്കറ്റ് കൗണ്ടറോ? വണ്ടി ഇപ്പോൾ ഇവിടെ കൊണ്ടുപോകും. കിടപ്പില്ല കേട്ടോ. മഴയൊക്കെ പെയ്തതിൻ്റെ ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം വെള്ളമുണ്ട്, എന്നാലും അങ്ങോട്ട് പോരാ. അങ്ങോട്ട് വലിയ വെള്ളച്ചാട്ടമൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല, എന്നാലും അത്യാവശ്യമുണ്ട്. നല്ല വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ ഇത് ഇളക്കി തെളിഞ്ഞ് കാണുന്ന പാറയൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. മേളിൽ നിന്ന് ഒറ്റയടിക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന രീതിയിലായിരുന്നു നല്ല രീതിയിൽ വെള്ളച്ചാട്ടം വരുന്ന സമയത്ത്. ഇത് മോശമല്ല, അത്യാവശ്യം വെള്ളച്ചാട്ടമുണ്ട്. പിന്നെ ആതിരപ്പള്ളിയിലും വാഴച്ചാലും ഒറ്റ ടിക്കറ്റ് മതി കേട്ടോ. ഞാനിപ്പോഴും അറിയുന്നത്, ഞാൻ ഇവിടുന്ന് വന്നുകൊണ്ട് വാഴച്ചാല വെള്ളച്ചാട്ടമല്ലേ നമുക്ക് ആദ്യമേ, അതുകൊണ്ട് ഞാൻ വാഴച്ചാലിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. അപ്പോൾ അവിടെ എഴുതി വെച്ചിരിപ്പുണ്ട്, അവരെനിക്ക് പറഞ്ഞും തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു ബൈക്കിനും ഒരാൾക്കും കൂടി ഏകദേശം 60 രൂപയാണ് അയക്കുന്നത്, വെറും 60 രൂപ. ടിക്കറ്റ് ഇപ്പം കണ്ടില്ല, ഇതാണ് ടിക്കറ്റ് എന്ന് പറയുന്നത് ആതിരപ്പള്ളിക്കും വാഴച്ചാലിനും. ഇപ്പോൾ നമ്മൾ വാഴച്ചാൽ കണ്ടുകൊണ്ട് വാഴച്ചാലിലൊരു ഡോട്ട് ഇട്ടേക്കുന്നുണ്ട്. 60 രൂപയാണ് കേട്ടോ. 2 വീലർ 3 വീലറിന് 10 രൂപയും അഡൽട്ട് ഒരാൾക്ക് 50 രൂപയും, മൊത്തത്തിൽ 60 രൂപ. ഇനി നമുക്ക് ആതിരപ്പള്ളി പോയി ഇവിടെയും കൂടി ഒരു കുഴുത്ത് ഇട്ടിട്ട് കാണാം. ഇത് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് ഇനി ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോകാം. എനിക്കപ്പോൾ എടുക്കാനും മുട്ടുന്നു. ഇവിടെ ആണെങ്കിൽ ബാത്റൂം സൗകര്യം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ കാര്യം സാധിച്ചില്ല. കല്ലിനകത്ത് വന്ന് കയറി ഉന്തം. ആ കല്ലിൻ്റെ അപ്പുറത്തുകൂടെ എടുക്കാനാണ് നോക്കിയത്, പക്ഷേ ടയറിന് അത്രയും വീതി ഉണ്ടല്ലോ, മൂല നിന്ന് കല്ലിൻ്റെ മേളിച്ചെന്ന് കയറി കളഞ്ഞു. അപ്പോൾ ടിക്കറ്റ് കളയരുത്. ഒരിടത്ത് ടിക്കറ്റ് എടുത്ത് നമുക്ക് 2 വെള്ളച്ചാട്ടവും കാണാൻ പറ്റുന്നുണ്ട്. കാണാനുള്ള ആൾക്കാരുടെ തിരക്കായിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. അപ്പോൾ ഇത് വണ്ടി ഞാനിപ്പോൾ ഇവിടെ കൊണ്ട് വെക്കുമെന്ന് അറിഞ്ഞൂടെ. പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ, താഴെ പാർക്കിംഗ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ട് വണ്ടി വെക്കാം. അയ്യോ, എന്തോരം ആൾക്കാരാണ് വരുന്നത്. ഒരു ഉത്സവത്തിന് കാണത്തില്ലല്ലോ ഇത്ര ആൾക്കാർ. ഓ, പാപ്പനൊക്കെ എന്തോ ചെയ്യാണോ. വണ്ടി പാർക്കിങ്ങിൽ നിന്ന് ഒറ്റ എടുപ്പം എടുത്തുക്കണം ആപ്പൻ. ഞാനങ്ങ് വരണ്ടു പോയി. അല്ലെങ്കിലും വിരളല്ല എനിക്ക് കുറച്ച് കൂടുതലാണ്. ഞാൻ ഇത് എവിടെ കൊണ്ട് പാർക്ക് ചെയ്യും? ആതിരപ്പള്ളി വെള്ളച്ചാട്ട് സ്വാഗതം. ഞാൻ വണ്ടി കൊണ്ട് എവിടെയെങ്കിലും വെക്കണമല്ലോ. ബൈക്ക് മേളിലാണ് വെക്കുന്നത്. ഇതിലേ കൂടെ കയറ്റി മേളിൽ കൊണ്ടുപോകണം. ഇവിടെ അങ്ങ് വെക്കാൻ പറ്റത്തില്ലേ? ഇവിടെ കാണാൻ വെച്ചിട്ട് പോകാം.
നമുക്ക് നല്ല രീതിയിൽ തന്നെ മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ റെയിൻ കോട്ടൊക്കെ എടുത്തിട്ട് ഗോപ്രോയുടെ മൈക്കൊക്കെ ഊരിയെ വെച്ച് ഇനിയിപ്പോൾ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം പോയത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തേക്കാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് എനിക്ക് മനോഹരമായൊരു കാഴ്ചയൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് കയറി വന്നിട്ട് ഇവിടെ നിന്ന് കണ്ടിട്ട് തിരിച്ചു പോകാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു. അതുകൊണ്ട് താഴെ പോകണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. എനിക്ക് വഴി അറിയത്തില്ല. അപ്പോൾ അവിടെ തൊട്ടടുത്ത് 2 പിള്ളേർ ഇരിക്കുന്നു. ഞാൻ അവന്മാരുടെ അടുത്ത് താഴോട്ട് പോകാനുള്ള വഴിയുണ്ടോയെന്ന് ചോദിച്ചു. അവന്മാർ താഴോട്ട് പോകാമെന്നും പറഞ്ഞ് എനിക്ക് വഴി കാണിച്ചു തന്നു. ഞാൻ താഴോട്ട് ആഞ്ഞു വലിഞ്ഞങ്ങ് നടന്നു. ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ, ഒരുപാട് ആൾക്കാർ. ഒരുപാട് പേര് മഴ നനഞ്ഞും റെയിൻ കോട്ട് ഇട്ടും കുട ചൂടിയും ഒക്കെ മഴയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നുണ്ട്. ഞാനും ആ ഒരു വൈബ് ആസ്വദിച്ച് മഴ നനഞ്ഞ് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി താഴെ നിന്ന് ആസ്വദിക്കാൻ വേണ്ടി ആഞ്ഞ് നടന്നു. ഒരുപാട് രസകരം, അഡ്വഞ്ചറായിരുന്നു. പക്ഷേ അഡ്വഞ്ചർ കുറേ കൂടിപ്പോയോ എന്നെനിക്കൊരു സംശയം തോന്നിയത് നിമിഷമായിരുന്നു. എൻ്റെ മുന്നിലുള്ള താഴോട്ടുള്ള ആ ഒരു പാറകൾ നിരത്തി ഉണ്ടാക്കിയ ചെറിയ ഇടുങ്ങിയ പാത. മുന്നിലുള്ള ആൾക്കാർ കുറച്ച് സ്ലോ ആണെങ്കിൽ നമ്മളതനുസരിച്ച് പുറകിൽ പയ്യെ പയ്യെ പോകേണ്ടി വരും. ഭയങ്കര ഇടുങ്ങിയ വഴിയായതുകൊണ്ട് തിക്കും തിരക്കും വരുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അതേപോലെ തന്നെ തെറ്റലും ഉണ്ട്. ഒരുവിധം നല്ല രീതിയിൽ ഒരുപാട് ഇറങ്ങിപ്പോകണം. ഞാൻ കുറേ സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണിക്കാന്നേ ഉള്ളൂ. ഒരുപാട് താഴേക്ക് ഇറങ്ങി പോകാനുണ്ട്. കുറേ കുഴഞ്ഞു പോകും. തിരിച്ച് കയറുമ്പോഴാണ് അതിൻ്റെ 10 ഇരട്ടി നമ്മൾ കുഴയുന്നത്. അങ്ങനെ ഞാൻ താഴെ എത്തി. താഴെ ഒരുപാട് പേര് അവിടെ ഇവിടെയൊക്കെ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. താഴെ നോക്കി നടന്നില്ലെങ്കിൽ ഞാൻ തെന്നി വീഴും. അതുകൊണ്ടാണ് ക്യാമറ ആംഗിൾ താഴെ. പക്ഷേ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ സ്തംഭിച്ചു പോയി. അത്രയ്ക്കും മനോഹരമായ കാഴ്ചയായിരുന്നു അത്. അവിടെ ഇത്രയും പെരുമഴയത്ത് കുട ചൂടി റെയിൻ കോട്ട് ഇട്ട് മഴ നനഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കപ്പിളുമായിട്ടൊക്കെ വരുന്ന ആൾക്കാർ ആരുടെ ശല്യമില്ലാതെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി കുട ചൂടി മഴയത്ത് നിന്ന് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്കതൊരു പ്രത്യേക വൈബാണ്. അത് കാണുന്ന നമുക്ക് അവരുടെ ഒരു വൈബ് ഫീൽ ചെയ്യുമെങ്കിൽ അത് അനുഭവിക്കുന്ന അവരുടെ വൈബ് എന്തോരമായിരിക്കും. കണ്ടില്ലേ നിൽക്കുന്നത്. ഞാൻ അവരെയൊന്നും ഇങ്ങനെ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാതെ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്ക് തന്നെ ഓടിയെത്താൻ വേണ്ടി ഞാൻ ആഞ്ഞ് പരിശ്രമിക്കുകയാണ്. മുന്നിലെല്ലാം വെള്ളക്കെട്ടുകളും തെന്നിക്കിടക്കുന്ന പാറകളും ഒക്കെയാണ്. നല്ല അടിപൊളി ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. ഞാൻ വേറെ ഏതോ ലോകത്തെത്തിയ ഒരു അനുഭവമായിരുന്നു എനിക്ക് അവിടെ എത്തിയപ്പോൾ കിട്ടിയത്. മുന്നിലുള്ള വലിയ വലിയ പാറകളും വെള്ളക്കെട്ടുകളും ചാടിക്കടന്ന് ഞാൻ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്ക് എത്തി. ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ വരുന്ന വഴി നമ്മൾ കണ്ടതാണ് ഒരുപാട് കാറുകൾ നിർത്തിയിട്ടിരിക്കുന്നത്. എല്ലാവരും ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഓടിക്കൂടിയവരാണ് ഈ മഴയത്ത്. ഞാൻ ഓരോ പാറകളിലും മേലെ വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചില പാറകളുടെ മുകളിൽ നിന്ന് കയറാൻ നമുക്ക് പേടിയാവും. എന്നാലും നമ്മൾ ആഞ്ഞ് വലിഞ്ഞ് കയറും. കാരണം തെന്നിക്കിടക്കുകയാണല്ലോ, നല്ല മഴയത്ത് തെന്നിക്കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ ആഞ്ഞ് വലിഞ്ഞ് കയറി ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്ക് എത്തി. എൻ്റെ മനസ്സ് കുളിർക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. വാൽപ്പാറയിൽ നിന്ന് വന്ന് ഒരു മൃഗങ്ങളെ പോലും കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നെങ്കിലും ആ വിഷമത്തിന് ഒന്നാകെ തുടച്ചു മാറ്റുന്ന കാഴ്ചയായിരുന്നു ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലുള്ള ഈ ഒരു കാഴ്ചയെന്ന് പറയുന്നത്. നിങ്ങൾക്ക് മറ്റൊരു കാര്യം അറിയാമോ? എൻ്റെ ബൈക്കിൻ്റെ താക്കോൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു പാറയിടയ്ക്കിൻ്റെ അടിയിൽ കളഞ്ഞു പോയി. എൻ്റെ കയ്യിലിപ്പോൾ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷേ എവിടെയോ വെച്ചത് മിസ്സായിപ്പോയി. 1 1/2 മണിക്കൂറോളം ഞാൻ ആ താക്കോൽ അന്വേഷിച്ച് നടന്നു. പക്ഷേ താക്കോൽ കണ്ട് കിട്ടുമോ? ഈ ഇത്രയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക്, പാറക്കെട്ടുകളുടെ ഇടയ്ക്ക്, വെള്ളക്കെട്ടുകളുടെ ഇടയ്ക്ക് ആ താക്കോൽ കളഞ്ഞു പോയി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ വാച്ചറുടെ അടുത്തൊക്കെ പോയി ചോദിച്ചു. വാച്ചർ ടിക്കറ്റ് കൗണ്ടറിൽ വിളിച്ച് ചോദിച്ചു. അവർക്ക് നല്ല സഹകരണമായിരുന്നു. നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് പേര് മുന്നിട്ട് നിന്നായിരുന്നു. പക്ഷേ ആർക്കും തന്നെ അത് നേടിയെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഗോപ്രോ എടുത്തുകൊണ്ട് പോയി അതിനകത്തുള്ള വീഡിയോസ് നോക്കി എവിടം തൊട്ടാണ് എൻ്റെ കയ്യിൽ താക്കോൽ ഇല്ലാത്തത് എന്ന് ഞാൻ കണ്ടുപിടിച്ച് ആ പാറക്കെട്ട് കണ്ടുപിടിച്ച് ആ പാറക്കെട്ട് തൊട്ട് മുന്നോട്ട് ഞാൻ കുറച്ച് ദൂരം ഒന്ന് തപ്പി സൂക്ഷ്മമായിട്ട് തപ്പിയപ്പോൾ കൊണ്ട് എൻ്റെ താക്കോൽ എനിക്ക് കിട്ടി. വലിയ കീ ചെയിനാണ് എൻ്റെ കയ്യിൽ. കറുത്ത കളറിലെ ഡൊമിനാറിൻ്റെ തന്നെ കീ ചെയിനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ആ ഒരു കീ ചെയിൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ താക്കോൽ തിരിച്ച് കിട്ടിയത്. അല്ലെങ്കിൽ 10-200 കിലോമീറ്റർ അകലെ നിന്ന് താക്കോലില്ലാതെ ഞാൻ ഒരുപാട് നരകിച്ചു പോയേനെ. ഒരുപാട് ആർമാദിച്ച് നടന്നപ്പോൾ കുറേ വിഷമിക്കേണ്ടി വന്നെങ്കിലും അതിൻ്റെ ഇരട്ടി സന്തോഷത്തോടു കൂടി എനിക്ക് താക്കോലും കിട്ടി. വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനും പറ്റി. ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി ആർമാദിച്ച് നടക്കുകയായിരുന്നു. അത്രയ്ക്ക് ഭംഗിയായിരുന്നു. എത്ര വിഷമമുള്ള ഒരാളാണെങ്കിലും ശരി തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ, ഈ ഒരു അന്തരീക്ഷത്തിൽ, അതായത് ഈ ഒരു മഴയത്ത് ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടിവാരത്ത് വന്ന് ഇവിടെ ഒരു കുറച്ച് സമയം ചിലവഴിച്ച് കഴിഞ്ഞാൽ എത്ര വലിയ വിഷമമാണെങ്കിലും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. ഒരുപാട് സന്തോഷം തോന്നിയ ഒരു യാത്രയായിരുന്നു അത്.
കാരണം നമ്മൾ പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറ വഴി വരികയായിരുന്നല്ലോ. വരുന്ന വഴി ആനിമൽസിനെയും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. കാടിൻ്റെ ഭംഗി, പ്രകൃതി ഭംഗി മാത്രം ആസ്വദിച്ചുകൊണ്ട് വന്നു. അവസാനം കൊണ്ടിട്ട് പ്രകൃതിയുടെ തന്നെ ഏറ്റവും മനോഹാരിതയിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിച്ചത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഒരുപാട് പേര് പറയും റോഡിലൊക്കെ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നല്ലപോലെ ആസ്വദിക്കാൻ പറ്റും, അവിടെ നിന്ന് കണ്ടാൽ മതി, വെറുതെ താഴോട്ട് ഇറങ്ങി പോകണ്ടെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനൊന്നുമല്ല, താഴോട്ട് ഇറങ്ങി വരണം, ഈ ഒരു പാറ ഇടുക്കി കൂടെ നടക്കണം, ഈ ഒരു വെള്ളക്കെട്ടിൽ ഇറങ്ങി നടക്കണം. അങ്ങനെ നടന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടരികിലെത്തി ആർത്ത് വിളിച്ച് കൂവണം. അന്നേരം കിട്ടുന്നൊരു സന്തോഷവും ആ ഒരു അനുഭൂതിയൊക്കെ ഉണ്ടല്ലോ, അത് വേറെ എവിടെ ചെന്നാലും കിട്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല. 100 കണക്കിന് ആൾക്കാരുണ്ടായിക്കോട്ടെ, പക്ഷെ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. സാധാരണ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്നിട്ട് പോലും ഇത്രയും ക്രൗഡിൻ്റെ ഇടയ്ക്ക്, ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ ആർത്ത് വിളിച്ച് കൂവിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗത്ത് എന്തോരം, ആ അടിഭാഗത്തുള്ള ആ ഒരു വൈബ് എന്തോരമാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അത്രയ്ക്കും മനോഹരമായ കാഴ്ചയായിരുന്നു ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലുള്ളത്. വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടുന്ന് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ ഒരു 5 മിനിറ്റ് കണ്ട് സ്പെൻഡ് ചെയ്തുള്ളൂ. പോട്ടു 1 മണിയായപ്പോൾ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ എത്തിയെന്ന് കൂട്ടുക. ഞാൻ ഇവിടുന്ന് തിരിച്ച് റിട്ടേൺ ഇറങ്ങിയത് ഇത് ക്ലോസിങ് ടൈം ആവുന്നത് ഏകദേശം 4:30-5 മണി ആ ഒരു സമയമാകുമ്പോഴാണ് ഞാൻ ഇവിടെ തിരിച്ച് റിട്ടേൺ ഇറങ്ങിയത്. അതുവരെ ഞാൻ ഈ അടിവാരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുമായിരുന്നു. കാരണം എനിക്ക് ഇവിടുന്ന് തിരിച്ച് പോകണമെന്നേ തോന്നിയില്ല. അത്രയ്ക്ക് മനോഹരമായൊരു അനുഭവമായിരുന്നു ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. സുഹൃത്തുക്കളെ, ഇത് ഇത്രയും നാൾ യാത്ര ചെയ്തിട്ട് ഇന്നത്തെ രാവിലെ തൊട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നല്ല അടിപൊളി വ്യൂസും ഒക്കെ ഉള്ള നല്ല നല്ല കാഴ്ചകളുള്ള നല്ല കിടിലം ദിവസമായിരുന്നു. കണ്ട് ആസ്വദിച്ച് അടിപൊളിയായിട്ട് വരുമായിരുന്നു. അങ്ങനെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ വന്ന് വെള്ളച്ചാട്ടവും കണ്ട് അതിൻ്റെ കിളി പോയി വെള്ളച്ചാട്ടം കണ്ട്. കാരണം അമ്മാതിരി ശക്തിയിൽ താഴെ വന്നിട്ട് എന്താ ഒരുമാതിരി മൂടൽമഞ്ഞ് പോലെ അങ്ങെന്താ ചീറ്റി തെറിക്കുകയാണ്. അത് നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ, വെള്ളം താരതമ്യേന ഇത്രയല്ല എന്താണ് ഇവിടുത്തെ ഒരു വെള്ളമെന്ന് പറയുന്നത്. ഇനിയും നല്ല രീതിയിൽ തന്നെ വെള്ളം കൂടും. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ പോലും അത്രയ്ക്ക് ശക്തിയോടെയാണ് എന്ത് ചെയ്യുന്നത്, വെള്ളം വരുന്നത്. മനസ്സിലായില്ലേ? അതൊക്കെ കണ്ടെൻ്റെ കിളി പോയി. കണ്ട് വീഡിയോ എടുത്ത് ആസ്വദിച്ച് അവിടെയും ചാടി, ആ പാറയുടെ മേളിൽ ചാടി, ഈ പാറയുടെ മേളിൽ ചാടി, ഒന്നും പറയണ്ട. അങ്ങനെ ഞാനാണെങ്കിൽ കണ്ട് മതിയാക്കി ഞാൻ പിന്നെ പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ആ വെള്ളത്തിൽ നിന്ന് മേളിൽ കയറി സ്റ്റെപ്പിൻ്റെ അടുത്ത് എത്തിയപ്പോൾ താക്കോല് നോക്കി വെറുതെ ഒന്ന് നോക്കിയപ്പോൾ ഉണ്ട് കയ്യിൽ കാണുന്നില്ല. കയ്യിൽ ചുറ്റിയിട്ടിരുന്നതേ. അപ്പോൾ ഉണ്ട് സാധനം കാണുന്നില്ല. ഞാനങ്ങ് ഇതായിപ്പോയി. ഞാൻ വെച്ചാൽ ബാഗിൽ കാണും എന്ന് വെച്ച് ബാഗൊക്കെ തപ്പിയിട്ട് കാണുന്നില്ല. പയ്യെ എനിക്കങ്ങ് ടെൻഷനായി തുടങ്ങി. കാരണം സമയം പോയിട്ടും താക്കോല് കാണുന്നില്ല. ഞാൻ എല്ലായിടവും പോയി തപ്പുന്നുണ്ട്. അങ്ങനെ കുറേ പേരെടുത്ത് ചോദിച്ചു. അവിടെ നിന്ന് ലൈഫ് ഗാർഡോ ഉണ്ടല്ലോ, വാച്ചറോ ലൈഫ് ഗാർഡോ ഉണ്ടല്ലോ, കുറച്ച് പേരുണ്ടല്ലോ അങ്ങനെ. അപ്പോൾ അവരോട് ചോദിച്ചു. അവരോട് ചോദിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല, കിട്ടാൻ സാധ്യത കുറവാണ്, കിട്ടിയാൽ തരുമായിരിക്കും. ഞാൻ കൗണ്ടറിൽ കൊടുക്കുക, ആരെങ്കിലും കിട്ടിയാൽ അതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ, ചിലപ്പോൾ കൊടുക്കുമായിരിക്കും, കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അതൊക്കെ അയാൾ കൗണ്ടറിൽ വിളിച്ച് ചോദിച്ചു ഇതേപോലെ താക്കോൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന്. അങ്ങനെ ആരും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് പിന്നെയും ഞാൻ പോയി തപ്പി. പിന്നെ കുറച്ച് കഴിഞ്ഞ് പുള്ളിക്കാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു താക്കോൽ കിട്ടിയിട്ടുണ്ട്, സംസാരിക്കാൻ പറഞ്ഞു. ഫോണിൽ സംസാരിച്ചപ്പോൾ അതൊരു TVS ബൈക്കിൻ്റെ താക്കോലാണ്. അപ്പോൾ പിന്നെ അതല്ല. അപ്പോൾ ഞാൻ പിന്നെയും തപ്പി. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. എൻ്റെ ഈ GoPro ഉണ്ടല്ലോ, ഞാനാണെങ്കിൽ നടന്നു പോകുന്നതൊക്കെ വീഡിയോ ഉണ്ട്. ഇതിപ്പോൾ പാറക്കെട്ടിനകത്തോടെ നമ്മൾ ചാടി പോകുമ്പം, നമ്മൾ കൈ കുത്തി പോകുമ്പം തല കുനിഞ്ഞല്ലേ ഇരിക്കുക. അപ്പം നമ്മുടെ കൈ ക്യാമറയ്ക്കകത്ത് വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റും നമ്മളിങ്ങനെ ചാടി പോകുന്നത്.
അപ്പം എൻ്റെ കയ്യിൽ താക്കോല് ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതെല്ലാം ഇങ്ങനെ എവിടെയെങ്കിലും വെച്ച് ലാസ്റ്റ് വീഡിയോ നോക്കിയപ്പോൾ ലാസ്റ്റ് വീഡിയോക്കകത്ത് താക്കോലില്ല. അപ്പോൾ ഞാൻ പിന്നെ നടന്നു വരുന്ന ആദ്യം തൊട്ടുള്ള വീഡിയോ ഇങ്ങനെ ഓടിച്ച് നോക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാത്തിനകത്തും താക്കോലുണ്ട്. ആയിട്ട് ലാസ്റ്റ് വീഡിയോക്കകത്ത് മാത്രം ഇല്ലാത്ത. അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ എടുത്തിട്ട് അതിനകത്ത് ആ ഒരു പാറക്കെട്ടിനകത്ത് ഞാൻ ഏതൊക്കെ പാറയുടെ മേളിൽ കൂടെ ചാടി കയറിയെന്നൊക്കെ ഇങ്ങനെ നോക്കി ഞാൻ വീണ്ടും ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി ഓരോ പാറയും, ആ പാറ കണ്ടുപിടിക്കാനാണ് പാട് പുല്ല്. ഓരോ പാറയും കണ്ടുപിടിച്ച് ആ പാറയുടെ ഏത് സൈഡിൽ കൂടെയാണ് ഇറങ്ങി വന്നതെന്ന് നോക്കി എവിടെയാണ് കൈ കുത്തിയത്, ഇടത്തെ കയ്യിൽ താക്കോൽ വെച്ചിരുന്നത്, അപ്പോൾ എവിടെയാണ് കൈ കുത്തിയത് എന്നൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി വന്നപ്പോൾ ആ വീഡിയോ എൻഡ് ചെയ്യുന്നത് വരെ താക്കോൽ എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. അപ്പോൾ ആ വീഡിയോ എൻഡ് ചെയ്ത ഒരു പാറയുണ്ട്. ആ പാറയുടെ മുകളിൽ ഞാൻ കയറി നിന്ന്. എന്നിട്ട് അവിടുന്ന് മുന്നോട്ട് ഞാൻ അങ്ങേയറ്റം വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അത്രയും ഭാഗത്ത് നോക്കിയാൽ മതി. തിരിച്ചു വരുന്ന വീഡിയോ ആണ് ലാസ്റ്റ് വീഡിയോ. അതിനകത്ത് താക്കോലില്ല. അപ്പോൾ മനസ്സിലായി ഇവിടുന്ന് അങ്ങേയറ്റം വരെ പോയിട്ടുള്ള ആ ഒരു ഗ്യാപ്പിലാണ് താക്കോൽ പോയിട്ടുള്ളതെന്ന് കൺഫേം ആയി. ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ താക്കോൽ അവിടെ തന്നെ കാണുമെന്ന് ഉറപ്പായി. ഞാനങ്ങനെ ആ പാറയുടെ മേളിൽ കയറി അതിൻ്റെ ഓരോ വിടവും സൂക്ഷിച്ചിങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് ആണ്ട കിടക്കുന്നത് നമ്മുടെ ഡോമിനാർന്ന് എഴുതിയതാണ്ട് ഈ സാധനം. ഇതിങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നു. നിങ്ങളാണെങ്കിൽ ഇതാണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കിച്ചനായിട്ടൊക്കെ ഇടാൻ നോക്കും. അല്ലാതെ വേറെ വെയിറ്റുള്ള സാധനമൊക്കെ ഇടാൻ. എന്ത് വെള്ളക്കെട്ടിലെങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതെങ്കിലും പൊങ്ങി കിടക്കും. താക്കോലും കടി കിടക്കും, ഈ സാധനം പൊങ്ങി കിടക്കുന്നു. അതുകൊണ്ട് എനിക്ക് സാധനം കിട്ടി. ഒന്നും പറയണ്ട. ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത്. എനിക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ, അയ്യോ രക്ഷയില്ലാത്ത സന്തോഷമായിരുന്നു. ഞാൻ അവിടെ കിടന്നങ്ങ് പൊട്ടിച്ചിരിച്ച് അവിടെ അടുത്ത് നിന്നവരൊക്കെ നോക്കുന്നു. എനിക്ക് ഭയങ്കരമായി പോയി. കാരണം ഞാനങ്ങ് വിഷമിച്ച് പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ വണ്ടിയുടെ താക്കോല് കളഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന പൈസയുടെ നഷ്ടം, എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. അതായത് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് വലുതായിട്ട് ചിലവാകത്തില്ലെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് വരും. ഞാൻ ഇവിടുന്ന് ചാലക്കുടിക്ക് ബസ് കയറണം. ചാലക്കുടിയിൽ നിന്ന് തിരുവനന്തപുരം ബസ് കയറിയിട്ട് കരുനാഗപ്പള്ളിയിൽ ഇറങ്ങണം. അവിടുന്ന് വീട്ടിലേക്ക് ബസ് കയറണം. അവിടുന്ന് വീണ്ടും പോയി മറ്റേ താക്കോൽ എടുത്തുകൊണ്ട് വരണം. സെയിം റൂട്ടിൽ കൂടെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരണം. എത്ര സമയം എടുക്കുമെന്നറിയാമോ? ഇന്ന് പോയി കഴിഞ്ഞാൽ ബസ്സിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി 10-11 മണി 12 മണിയൊക്കെ ആവും വീട്ടിലെത്താനായിട്ട്. ബസ്സൊക്കെ കിട്ടി പോകണ്ടായോ? ഇനി ആരെങ്കിലും വിളിച്ചിങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അപ്പുറത്തൊന്നും അല്ലല്ലോ, 10-200 കിലോമീറ്റർ ഇപ്പുറത്തല്ലേ. ഇത്രയും ദൂരമൊക്കെ ആര് എടുത്തുകൊണ്ട് വരാനാണ്? നമുക്കങ്ങനെ അത്രയ്ക്ക് വലിയ ചങ്കുകളൊന്നുമില്ല. അങ്ങനെ ഞാൻ വിഷമിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. ദൈവത്തിനെയൊക്കെ വിളിച്ചിങ്ങനെ പ്രാർത്ഥിച്ച് സാധനം ഇനി കിട്ടി. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇവിടെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടു കൊടുത്ത് ഡോമിനാറിൻ്റെ ലോക്ക് പൊളിക്കണം. ഈ ലോക്ക് പൊളിച്ചാൽ തന്നെയും പിന്നീട് ഇത് ഫിറ്റ് ചെയ്യാനായിട്ടുണ്ടാകുന്ന പൈസ എന്തോരം ചിലവ് വരുമെന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കിയേ. അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം. എനിക്കങ്ങ് തല കറങ്ങുന്ന പോലെ ആയിപ്പോയി. ആ തലകറക്കത്തിൻ്റെ തലവേദന ഇതുവരെ മാറിയിട്ടില്ല. സംഭവം തലകറക്കത്തിൻ്റെ തലവേദനയല്ല, ഇത്രയും മഴയും നനഞ്ഞ് വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിലൊക്കെ പോയി അങ്ങനെയുള്ള തലവേദനയാണ്. ഇത് സാധനം കിട്ടി. അങ്ങനെ ഇത്രയും മനോഹരമായ വ്ളോഗിൻ്റെ ഇടയിൽ ഒരുപാട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച ഒരു എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിട്ടുണ്ട്.